ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കിടുക്കാച്ചി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്യുവർ അൺബോക്സിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ കാലമായി ഒരു അൺബോക്സിംഗ് വീഡിയോ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കിടുക്കാച്ചി പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആ പ്രോഡക്റ്റിൻ്റെ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതിപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ കവറെല്ലാം പാക്കറ്റെല്ലാം പൊളിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ള നമ്മുടെ OnePlusന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല ആമസോണിൻ്റെ കവറിലും നമ്മുടെ മൊബൈലിൽ പുറത്തെടുക്കുകയാണ്. എന്തായാലും നമ്മുടെ ആമസോൺ കവറിൽ നിന്ന് കിടുക്കാച്ചി കവറിങ്ങാണ്. നല്ല പാക്കിങ്ങോടാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ചുറ്റും നോക്കിയാൽ നല്ലൊരു പാക്കിങ്ങോടാണ്, നല്ലൊരു സേഫ്റ്റി ആയിട്ടാണ് അവർ ആമസോണിൽ കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് അടുത്തത് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി സ്റ്റിക്കറൊക്കെ പറിച്ചു കൊടുക്കുന്നത്. സോ അവിടെ നമ്മുടെ സ്വന്തം നോഡ് 2 നമ്മുടെ OnePlusന്റെ സ്വന്തം നോഡ് 2 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കവറിങ് ആണ്, നല്ലൊരു കവർ സെക്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാക്ക് സൈഡിൽ കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നല്ലൊരു സൈഡിൽ നമുക്ക് നല്ലൊരു പാക്കിംഗ് കവറാണ്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂയിഷ് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ അവർ നോഡ് ഒരു മെയിൻ പരസ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട് കാണാൻ. അങ്ങനെ മച്ചന്മാരെ നമ്മൾ നമ്മുടെ OnePlus Nord അൺബോക്സ് ചെയ്യാണ്. നമ്മൾ പക്ഷേ ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് സേഫ് ആയിട്ടാണ്. നമുക്ക് ഫോണിൻ്റെ ഇഷ്യൂസ് വന്നാൽ നമുക്ക് മോൾഡാം, എസ്പെഷ്യലി ബാർകോഡെല്ലാം ഉള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ കളയാതിരിക്കുക. അതുപോലെ നിങ്ങളത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കുക. അതാണ് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് യൂസ്. അങ്ങനെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. 4 സൈഡും കാണിച്ചിട്ടുണ്ട്. 4 സൈഡും പക്കയായിട്ട് കട്ട് ചെയ്ത് എടുത്ത്. അപ്പം നമുക്ക് ഇനി നോഡ് 2 5G അൺബോക്സ് ചെയ്യാം. മച്ചന്മാരെ, ഇതാണ് നമ്മുടെ നോഡ് 2 5G. അപ്പം ഈ ഒരു കവറിങ്ങും കാര്യങ്ങളെല്ലാം ആണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫോൺ. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ നല്ല പുറത്തെടുക്കാം. സോ നമ്മൾ ഫോൺ നല്ല പുറത്തെടുക്കുകയാണ്. അപ്പം ഈ ബോക്സിൽ ഞാൻ ഓർഡർ ചെയ്ത OnePlus ഈ ഒരു കളറാണ് വരുന്നത്. മെയിനായിട്ട് ഈ ഫോണിൽ 3 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. അപ്പം 3 നമുക്ക് ഞാൻ നോക്കുന്ന ടൈമിൽ നമുക്ക് വന്ന പ്രൊഡക്റ്റ് ഇതാണ്. ബ്ലൂ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഫോണിലോട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് ഫോണിൻ്റെ ആപ്പ് നമുക്ക് ഈ പാക്കിംഗ് നമുക്ക് ഇതൊരു ബാക്ക് കവറാണ് തുറന്ന് നോക്കാം. ബാക്ക് കവർ പക്ഷെ നല്ലൊരു ബാക്ക് കവറിന് പോലും അവർ സ്പെഷ്യലായിട്ടൊരു പാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്കൊരു പ്രീമിയം പാക്കിംഗ് കംപ്ലീറ്റ് നമുക്ക് ഈ OnePlusന്റെ ഫോണിൽ എല്ലാ ട്രാവലിലാണ്. ഇതാണ് ഞാൻ കാണിച്ചാൽ പറയാം. ബാക്ക് കവറാണ്, നല്ല പ്യൂറായിട്ടുള്ള വൈറ്റ് കെയിൻ ബാക്ക് കവറാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇതാണ് മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽ, റബ്ബറിൻ്റെ മെറ്റീരിയലാണ്, നോർമൽ റബ്ബറിൻ്റെ മെറ്റീരിയലാണ്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുണ്ട് വേറെ ഇതിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓഫ്കോഴ്സ് നമുക്കറിയാം എന്ത് സാധനമാണ് നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡ് ഉണ്ടാവും. സോ ഗൈഡാണ് ആ മെയിനായിട്ടുള്ളത്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള അവരുടെ ടീമിലോട്ട് ഒരു വെൽക്കം ലെറ്റർ പോലത്തെ ചെറിയൊരു കാർഡാണ്. സോ ഡിയർ ഫ്രണ്ട്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വായിക്കണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് അത് വായിക്കാം. നമുക്ക് അടുത്ത് പിന്നെ ഒന്ന് വന്നു പറഞ്ഞത് ഇത് റെഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു ക്ലബിൻ്റെ ഒരു കാർഡാണ്. സോ ഒരു കിട്ടുന്ന കാർഡാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓഫീസും കാര്യങ്ങളും അൺബോക്സിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മെമ്പർഷിപ്പ് കാർഡാണ് OnePlusന്റെ. അപ്പോൾ എല്ലാവർക്കും ഒരു മെമ്പർഷിപ്പ് കാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഗൈഡ് നേരത്തെ പറയുന്നത് സ്റ്റാർട്ട് ഗൈഡാണ്. സെറ്റിൽ നിന്ന് എഴുതിയിട്ടുള്ള ക്വിക്ക് ഗൈഡ്. സോ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. ക്വിക്ക് ഗൈഡിന് പുറമെ നമുക്കൊരു സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഒരു ഇതും കൂടെ കാണിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഇൻഫോർമേഷനുമായിട്ട് ആ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതിലും ഞാൻ OnePlusൽ ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഒരു ഓപ്ഷൻ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കറുണ്ട്, OnePlusന്റെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളുണ്ട്.
നമുക്ക് ഇതെല്ലാം എവിടെയെങ്കിലും ഓട്ടിക്കാൻ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഓട്ടിക്കാം, എവിടെ വേണമെങ്കിൽ നമുക്ക് ഓട്ടിക്കാം. ഇതെല്ലാം ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, കൊള്ളാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈം ഫൈനലിൽ വന്നിട്ടുള്ളത് നമുക്ക് പിന്നാണ് നമ്മുടെ ഫോൺ ഇജക്റ്റ് പിന്നാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും മെയിൻ ചേഞ്ചസ് ആയിട്ടുള്ളത് നമ്മുടെ അഡാപ്റ്ററാണ്. ഏറ്റവും ഫാസ്റ്റ് ചാർജിങ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് OnePlusന്റെ നമ്മുടെ പുതിയ റിവ്യൂ വന്നിരിക്കുന്നതനുസരിച്ച്. ഇത് വെച്ചാണ് ഏകദേശം 30 to 40 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചാർജിങ് ആവുന്നതാണ്. നല്ലൊരു റെഡ് ടൈപ്പാണ്. ഓഫ്കോഴ്സ് എല്ലാ OnePlusന്റെ ഫോൺ വരുന്നതാണ് റെഡ് ടൈപ്പ് കളർ. അതാണ് അവരുടെ പ്രീമിയം ഇതിൽ വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം. സോ ഓൾമോസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് മച്ചാമാരെ നമ്മുടെ ഈ OnePlusന്റെ Nord 5G ഫോൺ ഒരു കംപ്ലീറ്റ് ഗൈഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോണിൻ്റെ ഡിസൈനെല്ലാം പക്കൊരു ഫിനിഷിംഗ് നമുക്ക് കയ്യിൽ നല്ലോണം തങ്ങുന്ന ഒരു മീൻസ് ഉള്ളിലുള്ള ഒരു ഇതാണ്. നമുക്ക് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് സൈസ് OnePlus കുറച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം പൊളിച്ച് നമുക്ക് നമ്മുടെ ഫോണൊന്ന് മൊത്തത്തിൽ പുറത്തെടുക്കും. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ വരുന്നത്. ബാക്ക് വ്യൂവിലെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. നല്ലൊരു പ്രീമിയം ലുക്കായിട്ട് ശരിക്കും ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കുറച്ച് സൈസ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് കാര്യങ്ങളെല്ലാം. എന്തായാലും എനിക്ക് കളറും കുഴപ്പമില്ല, കളറും ഇഷ്ടപ്പെട്ടു, നല്ലൊരു കളറും കാര്യങ്ങളെല്ലാമാണ്. എന്തായാലും നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. നമ്മുടെ ഫോൺ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഒക്ടോകോർ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് പല രീതിയിൽ കിട്ടുന്നുണ്ട്. 12 GB സ്റ്റോറേജ്, അതുപോലെ 256 GB സ്റ്റോറേജ് വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ OS വേർഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ V11.3 ആണ് വരുന്നത്. ഓക്സിജൻ V11.3 ആണ് വരുന്നത്. പിന്നെ 2 സിം കാർഡാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിം കാർഡ് എല്ലാം ഉള്ളത്. പിന്നെ ഹൈറ്റ് വരുന്നത് 15.91 വിഡ്ത്ത് വരുന്നത് 7.33 സെൻറ്റിമീറ്ററും തിക്നെസ് വരുന്നത് 0.82 സെൻറ്റിമീറ്ററും വെയിറ്റ് വരുന്നത് 189 ഗ്രാംസ് മാത്രമേ ഉള്ളൂ വെയിറ്റ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോൺ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. സോ ഈ ഫോണിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോണിൻ്റെ 2080 പിക്സലാണ് ഫോണിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതിൻ്റെ ടൈപ്പ് വരുന്നത് ക്യാമറയോടാണ് വരുന്ന ടൈപ്പും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് സ്ക്രീനും കാണാനായിട്ട് റാമും കാര്യങ്ങളും നമുക്ക് 6 മുതൽ 12 വരെ 6, 8, 12 തന്നെയാണ് വെയിറ്റ് വരുന്നത്. ബാറ്ററി വരുന്നത് 4500 mAh ആണ് ബാറ്ററി കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ, അൾട്രാ വൈഡിൽ 8 മെഗാ പിക്സലും, അതുപോലെ തന്നെ മോണോ ലെൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാമറ ബാക്കിലുണ്ട്, അത് 2 മെഗാ പിക്സലുമാണ് ഉള്ളത്. പിന്നെ ഫ്ലാഷ് വരുന്നത് ഡ്യുവൽ LED ഫ്ലാഷിന്. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കാണാം. ഈ ക്യാമറ 32 മെഗാ പിക്സലാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിനെ പറ്റിയുള്ള മെയിൻ കാര്യങ്ങൾ. പിന്നെ ബ്ലൂടൂത്ത് വരുന്നത് 5.2 ആണ്. പിന്നെ MediaTek ഡൈമെൻസിറ്റിയാണ് CPU വരുന്നത്. സോ അതൊരു പുതിയ ഫീച്ചറാണ്. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. ബാക്കി നമ്മൾ ഈ ക്യാമറ ഫോൺ എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് റിവ്യൂ വേറൊരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ ഗൈസ്, ദിസ് ഇസ് ജിമ്മി ജോയ് സൈനിങ് ഓഫ്.